ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, ചാവക്കാട്. പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ചാവക്കാട് നഗരസഭ സംഘടിപ്പിച്ച ഹാപ്പി കേരളം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് വിനായക സ്തുതിയോടെ ആരംഭിച്ചതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. ചടങ്ങ് വിവാദമായ സാഹചര്യത്തിൽ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം ചെയർപേഴ്സൺ നിരാകരിച്ചതോടെയാണ് ബഹളം ആരംഭിച്ചത്. മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ മറുപടി നൽകിയെങ്കിലും ഇത് അംഗീകരിക്കാതെ പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. ഇതിനിടയിൽ അജണ്ട വായന തുടർന്നതോടെ പ്രതിപക്ഷ നേതാവ് KV സത്താർ അജണ്ട പിടിച്ചുവാങ്ങി. ഇതോടെ അജണ്ട മുഴുവൻ അംഗീകരിച്ചതായും യോഗം പിരിച്ചുവിട്ടതായും ചെയർപേഴ്സൺ അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചുനിന്നു. BJP അജണ്ട നഗരസഭയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അത് അംഗീകരിക്കില്ലെന്നും KV സത്താർ പറഞ്ഞു. പിന്നാലെ ഭരണപക്ഷ അംഗങ്ങളും ബഹളവുമായി രംഗത്തെത്തി. ചാവക്കാട് നഗരസഭയ്ക്ക് ആംബുലൻസ് കൈമാറിയതായി പ്രചരിക്കുന്ന വിഷയത്തിൽ 13ാം വാർഡ് കൗൺസിലറുടെ ചോദ്യത്തിന് മറുപടി തരണമെന്നുള്ള ആദ്യ അജണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് KV സത്താർ അടിയന്തര പ്രമേയവുമായി രംഗത്തെത്തിയതെന്ന് ഭരണപക്ഷ അംഗങ്ങളായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ എന്നിവർ ആരോപിച്ചു. എന്നാൽ തനിക്കെതിരെ വ്യാജ പോസ്റ്റർ വെച്ച് പ്രചാരണം നടത്തുകയാണെന്നും വ്യാജ പോസ്റ്റർ നിർമ്മിച്ചവർക്കെതിരെ ഗുരുവായൂർ ACPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും KV സത്താർ പറഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോ ഈ പോസ്റ്റർ വെച്ചിട്ട് ഇതിലെ ഫോട്ടോ മാത്രം എടുത്തിട്ട് ബാക്കി എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അത് ചെയർപേഴ്സൺ മറുപടി പറയണം. അല്ലെങ്കിൽ ചെയർപേഴ്സൺ അത് സൈബർ പോലീസിന് പരാതി കൊടുത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തും. അതേസമയം അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം കൗൺസിൽ അലങ്കോലപ്പെടുത്തിയെന്നായിരുന്നു ചെയർപേഴ്സന്റെ വാദം. ആദ്യ അജണ്ടയിലെ മറുപടിയിൽ പേടിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയവുമായി രംഗത്തെത്തിയതെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആരോപിച്ചു. തൃശൂർ ജില്ലയിലെ മാതൃകാ CDS ആയി തെരഞ്ഞെടുക്കപ്പെട്ട കാരണത്താൽ ജില്ലയിൽ ആദ്യത്തെ ഹാപ്പി കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ 16ാം വാർഡിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹാങ്കണം ഹാപ്പി ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അനാവശ്യമായിട്ടുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ അജണ്ടയിലെ ഒന്നാമത്തെ ചോദ്യം, ചാവക്കാട് നഗരസഭയിലെ 9ാം വാർഡ് കൗൺസിലർ 9ാം വാർഡിലെ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് കൈമാറി എന്ന തെറ്റായ വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകും. അതിലുള്ള പേടി, ഭയപ്പാട് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രമേയവുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഭരണസമിതിയാണിത്. ചില മതവർഗീയവാദികൾ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിവരുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ട UDF അതിനൊത്താശ നിൽക്കുകയാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഒരു മതത്തെയും പ്രീണിപ്പിക്കുന്ന നിലപാട് എടുക്കുന്ന ആളുകളല്ല ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ നഗരസഭ ഭരിക്കുന്നത്. അതിനെ ചില മതവർഗീയവാദികൾ തികച്ചും തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഈ UDF കൗൺസിലർമാർ അതിന് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.